بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെ ബലി രണ്ടുപേർക്കും വ്യത്യസ്തമായ വിഭവങ്ങളായിരുന്നു. ഹാബീൽ അജപാലകനായതുകൊണ്ട്, ഇടയവൃത്തി തന്റെ തൊഴിലായതുകൊണ്ട് അതിൽ നിന്നും ഒരു മൃഗത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖുർബാൻ കൊടുക്കാനാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാബീലിനോട് കൽപ്പിച്ചത്. എന്നാൽ തന്റെ രണ്ടാമത്തെ മറ്റേ മകൻ കർഷകനായതുകൊണ്ട് തന്റെ കൃഷിഭൂമിയിൽ നിന്നും ലഭിച്ച ഏറ്റവും മുന്തിയ ഇനം കാർഷിക വിള അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി സമർപ്പിക്കാനാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിച്ചത്. എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിന് സമർപ്പിക്കുന്ന ബലി ആത്മാർത്ഥമായിട്ടും അതിൻ്റെ അകമ്പൊരുൾ മനസ്സിലാക്കിയും അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കി ബലി സമർപ്പിക്കുന്നവരുണ്ട്. ഇവിടെ രണ്ടുപേർ സമർപ്പിച്ച ബലിയിൽ ഒരാളിൽ നിന്ന് മാത്രം ബലി അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹാബീലിൽ നിന്നും ബലി അള്ളാഹു സ്വീകരിച്ചു, ഖാബീലിൽ നിന്നും സ്വീകരിച്ചില്ല. ഇതിന്റെ പേരിൽ ഖാബീലിന് ഹാബീലിനോട് അരിശവും അസൂയയും പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ ഉണ്ടാകുകയാണ് ചെയ്തത്. പക്ഷേ തന്റെ പോരായ്മയും കുറവും തിരിച്ചറിഞ്ഞ് എന്താണ് ബലി സ്വീകരിക്കാഞ്ഞത് എന്ന വസ്തുതയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും വരാതെ തന്റെ സഹോദരനോടുള്ള പക മൂത്തുകൊണ്ട് അവസാനം പറഞ്ഞു, ലാ അഖ്തുലന്നക, നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന്. ആ സന്ദർഭത്തിൽ സമചിത്തതയോടുകൂടി തന്റെ സഹോദരനോട് പറയുന്നുണ്ട്, ഹാബീൽ ഇന്നമാ യതഖബ്ബലു മിനൽ മുത്തഖീൻ, ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു ബലിയെ സ്വീകരിക്കുകയുള്ളൂ എന്ന്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആദം നബി ബലി സമർപ്പിക്കാൻ രണ്ടു മക്കളോടും കൽപ്പിച്ചപ്പോൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഹാബീൽ തന്റെ ആട്ടുംപറ്റങ്ങളിൽ നിന്നും ഏറ്റവും മുന്തിയ ഇനത്തിലുള്ള ഒരു മുട്ടനാടിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയായി സമർപ്പിച്ചത്. എന്നാൽ ഖാബീലാണെങ്കിലോ എങ്ങനെ പിതാവിന്റെ കൽപ്പന തിരസ്കരിക്കും, അള്ളാഹുവിന്റെ നിർദ്ദേശം അവഗണിക്കും എന്ന് ആലോചിച്ച് വിമ്മിഷ്ടത്തോടുകൂടി മനസ്സില്ലാ മനസ്സോടെ തന്റെ കൃഷിഭൂമിയിൽ നിന്നും ലഭിച്ച കാർഷിക വിളകളിൽ നിന്നും ഒരു ഭാഗം സമർപ്പിക്കുകയാണ് ചെയ്തത്. നിർബന്ധത്തിന് വഴങ്ങി, ഉദ്ദേശശുദ്ധിയില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, അർപ്പണബോധമില്ലാതെ, അള്ളാഹുവിന്റെ തൃപ്തിയും സാമീപ്യവും ലക്ഷ്യമാക്കാതെ കേവലം പുറമേ ഉള്ള ഉപരിപ്ലമായ ചില വസ്തുതകൾ വെച്ചുകൊണ്ട് ബലി സമർപ്പിച്ച ഖാബീലിന്റെ ബലി സ്വീകരിച്ചില്ല. ഈ ഒരു ചരിത്ര സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസ്മരിക്കാൻ അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്, എല്ലാ കാലത്തും ബലി സമർപ്പിക്കുന്നവർക്കുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ക്വാളിറ്റി യോഗ്യത അത് തഖ്വയായിരിക്കണം. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ സാമീപ്യവും അവൻ തനിക്ക് നൽകിയ ഭൗതികമായ ഒരുപാട് അനുഗ്രഹങ്ങളിൽ നിന്നും നിസ്സാരമായ ഒന്ന് മാത്രമാണ് അവൻ എന്നോട് വർഷത്തിൽ ഒരിക്കൽ ആവശ്യപ്പെടുന്നത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നല്ല മനസ്സോടുകൂടി, താല്പര്യത്തോടുകൂടി, ഉദ്ദേശശുദ്ധിയോടുകൂടി ബലി സമർപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞ് ബലി നൽകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ ബലി സ്വീകരിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, എല്ലാ സമൂഹത്തിനും ബലിമാർഗമുണ്ടായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ
നമ്മുടെ ഈ സമൂഹത്തിലേക്ക്, അഥവാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലേക്ക് ഈ ആയത്തിനെ ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ബലിയുടെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. ലിയദ്കുറു സ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഭൗതികമായ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാലി സമ്പത്ത്. അത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമ്പത്തിൽ നിന്നും അല്ലാഹുവിനെ ഓർക്കുന്നതിനും സ്മരിക്കുന്നതിനും വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ മൃഗബലി നടത്തുക എന്നുള്ളതാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാകുന്ന നമ്മുടെ ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ളത്. എല്ലാ കാലഘട്ടത്തിലും മൃഗപരിപാലനവും അതിനെ വളർത്തലും അതുമായി ബന്ധപ്പെട്ട തൊഴിലും മനുഷ്യർക്ക് വലിയ അനുഗ്രഹമാണ്. അവരുടെ സാമ്പത്തികമായ മാനദണ്ഡത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് കാലിസമ്പത്ത് എന്നുള്ളത്. എന്നും ഭൂമി ലോകത്ത് അങ്ങനെ തന്നെയാണ്. ക്ഷീരകർഷകര്, അതുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകൾ, അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് മനുഷ്യർ ഭൂമി ലോകത്തുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പത്ത് കാലി സമ്പത്താണ്. നമ്മുടെ ഇന്ത്യയിലും അത് കുറവല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മാംസം കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഒന്നാമത്തത് ബ്രസീലാണ്. ചുരുക്കത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ സ്രോതസ്സായിട്ടുള്ള ഭൗതികമായ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാലി സമ്പത്താണ്. ഈ കാലി സമ്പത്തിൽ നിന്നും വർഷത്തിൽ ഒരിക്കൽ കഴിവുള്ളവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മൃഗത്തെ സമർപ്പിക്കണമെന്നതാണ് ഉദ്ഹിയയുടെ തത്വം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഓരോ സത്യവിശ്വാസികളെയും അല്ലാഹു സംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യം അല്ലാഹു നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. അതിന്റെ പ്രഥമ സംബോധിതൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും ലോകാവസാനം വരെ വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും ഈ പരിശുദ്ധമായ ഖുർആനിന്റെ സംബോധിതർ തന്നെയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ വചനങ്ങളിലൂടെ നമ്മളോട് നിർദ്ദേശിക്കുന്നത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഹേ മനുഷ്യ, ഹേ മുഅ്മിനെ, ഹേ മുസ്ലിമേ, തീർച്ചയായും നിനക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. കൗസർ എന്ന് പറഞ്ഞാൽ അതിന്റെ അതിപ്രധാനമായ ഒരർത്ഥം മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഭൗതികമായ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ കുറച്ചൊന്നുമല്ല. അൽ കൗസർ അത് ധാരാളമാണ്. പിറന്നത് മുതൽ ഈ ഭൂമിയിൽ നിന്നും മനുഷ്യൻ മരിക്കുന്നത് വരെ അവന് ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ആ സംവിധാനങ്ങളൊക്കെയും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് സമ്പത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നത് എന്താ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. ധാരാളം സമ്പത്ത് നിനക്ക് നാം നൽകിയിട്ടുണ്ട്. ധാരാളം ഭൗതികമായ അനുഗ്രഹങ്ങള്, ഉപഭോഗ വസ്തുക്കൾ നിനക്ക് നാം നൽകിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം. അത് ബലിപ്പെരുന്നാൾ സുദിനവുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ അത് ബലിപ്പെരുന്നാൾ ദിവസത്തിൽ നാം നിസ്കരിക്കുന്ന ബലിപ്പെരുന്നാൾ നിസ്കാരമാണ്. അല്ലാഹു പറയുന്നു, എന്നിട്ട് വൻഹർ, ആ ദിവസത്തിൽ നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുകയും വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഥമ സംബോധിതൻ, ഈ ആയത്തുകളുടെ പ്രഥമ സംബോധിതൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു നേർക്ക് നേരെ പറയുകയും ആയതുകൊണ്ട് നിസ്കരിക്കുകയും ബലി സമർപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരമാവധി ആ ഇബാദത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമ്പത്തിക അവസ്ഥ. ഒന്നിലധികം ഭാര്യമാരുമായി കുടുംബവുമായി ജീവിക്കുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ദിവസങ്ങളിലും അട്ടിക്ക് വക കണ്ടെത്തുന്നതിന് പോലും കഴിവില്ലാത്ത നിലയിൽ സാമ്പത്തികമായി പിന്നാക്കം നിന്ന പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂലിന് സമ്പത്ത് വേണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ സമ്പത്ത് അള്ളാഹു നൽകാത്തത് കൊണ്ടല്ല. തന്നെ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അത്യാവശ്യം പശിയടക്കാനുള്ള തന്റെയും കുടുംബത്തിന്റെയും പശിയടക്കാനുള്ള ആ സമ്പത്ത് മാത്രം നൽകാവുകേ എന്ന് പടച്ച തമ്പുരാനോട് പലവരും പ്രാർത്ഥിച്ചിട്ടുള്ള ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും തന്റെ ഭാര്യമാരുടെ വീട്ടിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പട്ടിണിയിൽ കഴിഞ്ഞുകൂടിയ ഭാര്യമാരുടെ ചരിത്രം നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർഷം പോലും അള്ളാഹുവിന്റെ ഈ നിർദ്ദേശം വന്നതിന് ശേഷം ബലി കൊടുക്കാതെ ഇരുന്നിട്ടില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുവഹി. മഹാന്മാരായ പ്രവാചക ശിഷ്യന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ 10 വർഷമായിരുന്നു ജീവിച്ചിരുന്നത് എന്ന്. മദീനയിൽ വെച്ചാണ് ഉദ്ഹിയ പോലെയുള്ള ഇബാദത്തുകൾ നിർബന്ധമാക്കുന്നത്, ശറഇന്റെ ഭാഗമായി മാറുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 10 വർഷവും ഉദ്ഹിയ നൽകിയിട്ടുണ്ട് എന്ന് സഹാബി വര്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബലി സമർപ്പണത്തെ കുറിച്ച് സർട്ടിഫൈ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ഭൗതികമായ ആവശ്യങ്ങളും തികഞ്ഞതിന് ശേഷമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലി സമർപ്പിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് വല്ലതും മിച്ചമുണ്ട് എങ്കിൽ ബലി സമർപ്പിച്ചാൽ മതി എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ അത് ചിലപ്പോൾ നിയമമായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ താല്പര്യം അതല്ല. ബലി കൊടുക്കാൻ കഴിവുള്ളവർ അത് നൽകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോയപ്പോഴുള്ള അവസ്ഥയും സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ ഒരു ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്, ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ് എന്നാണ് അതിനെ പ്രവാചക ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ ഹജ്ജിന് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായിട്ടുള്ള ഹദിയ അല്ലെങ്കിൽ ബലി സമർപ്പിക്കുന്നതിന് വേണ്ടി മൃഗത്തെ കൊണ്ടുപോയിരുന്നു. സഹാബാക്കളും കൊണ്ടുപോയിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മുടെ ഹാജിമാര് വിവിധ രാജ്യങ്ങളിൽ നിന്നും മക്കയിൽ എത്തിച്ചേർന്നാൽ അവിടെ അറവ് നടത്തുന്നതിന് വേണ്ടി ബാങ്കിനെ സമീപിച്ചാൽ മതി. അത് അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. സ്വയം മറുക്കണം എന്നുള്ളവർക്ക് ബലി നൽകുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, മുൻകാലഘട്ടങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. മദീനയിൽ നിന്ന് നബിയും സഹാബത്തും ഹജ്ജിന് പോകുമ്പോൾ അവർ ബലി നൽകേണ്ടുന്ന ഒട്ടകങ്ങളെയും മാടുകളെയും നേരത്തെ തന്നെ ഒരുക്കി തയ്യാറാക്കിയിരുന്നു. സാക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിന് പോയ വേളയിൽ നബിയോടൊപ്പം കൊണ്ടുപോയ ബലിമൃഗങ്ങളെ കുറിച്ച് കൃത്യമായും സഹാബത്ത് ചരിത്രമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 100 ഒട്ടകങ്ങളാണ് എന്ന് സഹാബത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, അറേബ്യയിൽ കഴിഞ്ഞിട്ടുള്ളവർക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം ഒരൊട്ടകത്തിന്റെ വില എന്താണ് എന്ന്. അന്നും ഇന്നും ആപേക്ഷികമായി കാലിസമ്പത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒട്ടകമാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പിക വില വരുന്ന ഒട്ടകം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഹജ്ജിന് നേരത്തെ തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ബലിമൃഗങ്ങളെ പരമാവധി അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകങ്ങളെ കൊണ്ടുപോയി. എന്നിട്ടോ ഫനഹറ നൈഫൻ വസിത്തീന മിൻഹാ ബിനഫ്സിഹി, ഹജ്ജ് കർമ്മങ്ങളുടെ വേളയിൽ ബലി സമർപ്പിക്കേണ്ട സമയമായപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ട് 60 ചില്ലുവാനം മൃഗങ്ങളെ ബലി അറുത്തു എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കാണെങ്കിൽ ഇന്ന് ബലി നൽകുന്നവർക്ക് ഒരു മൃഗത്തെ ബലി നൽകുന്നതിന് തന്നെ വല്ലാത്ത പേടിയാണ്. രക്തം കാണുമ്പോൾ ഭയമാണ്. മൃഗബലി നമുക്ക് മറ്റാരെയോ നമ്മൾ ഏൽപ്പിച്ച് തൊഴിലെന്ന നിലയിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന രീതിയാണ്. അതല്ല തിരുസുന്നത്ത്. കഴിയുന്നവർ അറുക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഇടയിൽ സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 60-ലധികം ഒട്ടകങ്ങളെ അറുത്തു. ഏതു പ്രവാചകൻ? ഹജ്ജിന് പോയിട്ടുള്ളവർക്കറിയാം, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രവർത്തികൾ ദുൽഹജ്ജ് 8 മുതൽ അല്ലെങ്കിൽ 9 മുതൽ വളരെ ക്ഷീണിതരായി തീരുന്ന ഇബാദത്തുകളാണ്. മിനയിൽ നിന്നും അറഫയിലേക്ക് പോകണം, അറഫയിൽ താമസിക്കണം. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് പോകണം, മുസ്ദലിഫയിൽ രാപാർക്കണം. മുസ്ദലിഫയിൽ നിന്ന് വീണ്ടും മിനയിലേക്ക് പോകണം, ജംറകളെ എറിയണം. എന്നിട്ട് വീണ്ടും കഅബയിലേക്ക് പോകണം, മക്കയിലേക്ക് വരണം. ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ദൂരം അവിടെ മക്കയിൽ പോയി തവാഫ് ചെയ്യണം. ഇഫാദത്തിന്റെ തവാഫ്, ഹജ്ജിന്റെ തവാഫ്. അത് ചെയ്തതിന് ശേഷമാണ് വീണ്ടും മിനയിൽ പോയി അപ്പോഴാണ് അറവ് നടത്തുന്നത്. ഏകദേശം 2 ദിവസം യാത്രകൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ച പശനായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നാൽ ബലി സമർപ്പണ സമയമായപ്പോൾ ക്ഷീണമില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ 60 ചില്ലുവാനം ഒട്ടകങ്ങളെ ബലി സമർപ്പിക്കുന്നത്. എന്നിട്ടോ വവല്ലൽ ബാഖിയ അലിയ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനെ ബാക്കി വക്കാലത്തേൽപ്പിക്കുകയാണ് ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, ഈ സംഭവങ്ങളൊക്കെ എന്ത് സത്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലി സമർപ്പണത്തിന്റെ കാര്യത്തിൽ അവസരം വരുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി നടത്തിയിരുന്നു എന്നുള്ളതാണ്. മദീനയിൽ താമസിക്കുമ്പോൾ ഓരോ ബലിപ്പെരുന്നാൾ ദിനത്തിലും അന്നോ അതിനോടനുബന്ധിച്ചുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലി മുടക്കിയിട്ടില്ല. ഹജ്ജിന് പോയപ്പോൾ 100 ഒട്ടകങ്ങളെ കൊണ്ടുപോയി. ഇത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശം മാനിച്ചിരുന്നു എന്ന്. ഏത് നിർദ്ദേശം? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. മനുഷ്യ, നിനക്ക് ഞാൻ ഒരുപാട് ഭൗതികമായ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ ഈ ഭൂമി ലോകത്ത് എന്റെ മണ്ണിൽ എന്റെ വായു ശ്വസിച്ച് എന്റെ വെള്ളം ഉപയോഗിച്ച് എന്റെ ഭൂമിയിൽ നീ പടുത്തുയർത്ത ബിൽഡിങ്ങിൽ നീ സുഖിച്ച് കഴിയുമ്പോൾ നീ ഈ ഭൗതികമായ ഭൂമി ലോകത്ത് നിന്നും വിവിധതരം മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് നീ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തി അതുപയോഗപ്പെടുത്തി നീ സമ്പന്നനായി മാറുമ്പോ നീ എന്തു കൊണ്ടുവന്നു? വെറും കൈയോട് വന്നു, വെറും കൈയോട് പോകുന്നു. ഈ ഭൂമിയിലുള്ളത് നിന്റെ അല്ലല്ലോ യഥാർത്ഥത്തിൽ ഉടമസ്ഥാവകാശം, എന്റേതാണല്ലോ എന്നൊരു ധ്വനി പ്രിയപ്പെട്ടവരെ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന പരിശുദ്ധമായ അള്ളാഹുവിന്റെ വാക്കിൽ ഇൻക്ലൂഡിംഗ് ആയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് വർഷത്തിൽ ഒരിക്കൽ ബലി കൊടുക്കാൻ എനിക്ക് കഴിവുണ്ടായിട്ട് ഞാൻ ബലി കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുഃഖം ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബലി സമർപ്പിക്കാൻ കഴിവുള്ള ആൾക്കാര് വർഷത്തിൽ ഒരിക്കൽ ബലി സമർപ്പിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അള്ളാഹുവിന്റെ നിർദ്ദേശം പൂർണ്ണാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ബഹുമാന്യനായ ജമാഅത്തിന്റെ പ്രസിഡന്റ് നിങ്ങളോടൊരു കാര്യം ഉണർത്തിയിരുന്നു. ഈ വർഷത്തെ ബലിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടു. ഒരാൾക്ക് ഷെയർ ചേരുന്നതിന് 13,000 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിവുള്ള ഒരാൾ ഒരു മൃഗത്തെ ബലി സമർപ്പിക്കുകയാണ് വേണ്ടത്.
അള്ളാഹു എത്രമാത്രം സമ്പത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുവന് 50,000-ഓ 60,000-ഓ അല്ലെങ്കിൽ 70,000-ഓ അല്ല, 1,00,000 പ്രിയപ്പെട്ടവരെ, നൽകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരാൾ തന്നെ ഒരുവിന് നൽകലാണ്. അതുപോലെ ഇനി അതിന് കഴിയില്ല എങ്കിൽ 7 പേര് ഷെയർ ചേർന്നുകൊണ്ട് ഒരു മാടിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടകരമെന്ന് പറയട്ടെ, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ പ്രിയപ്പെട്ട ജോയിന്റ് സെക്രട്ടറി അവിടെ ഇരിക്കുന്നു. എന്തായി? ഉദ്ഹിയയുടെ ഒരു പേപ്പറൊക്കെ അവിടെ തുക എഴുതി വെച്ചിട്ട്, ഉസ്താദെ ഇതുവരെ ഒന്നും ആയില്ല, ഇന്ന് ഉസ്താദ് ഒന്ന് കാര്യമായിട്ട് പറയണേ എന്ന് പറഞ്ഞു. ഞാൻ കാര്യമായിട്ട് പറയാം, പക്ഷേ തരുന്നവരും കൊടുക്കുന്നവരും നിങ്ങളൊക്കെ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വർഷത്തിൽ നാം നൽകുന്ന ബലിയുടെ ഒരു ഓഹരി 13,000 രൂപയാണ്. ആ 13,000 രൂപ ഇന്ന് നാം ഓരോരുത്തരും സമ്പത്തുള്ളവർ, നാം ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ 13,000 രൂപ എന്തിനാണുള്ളത്? നമുക്ക് 13,000 അല്ല, 1,00,000 നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അതിന് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു ടൂറിന് പോകുന്ന പൈസ പോലും ഇല്ല. പലപ്പോഴും ഗൾഫിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ അവധിക്ക് നാട്ടിലേക്ക് എത്തുമ്പോൾ പല സഹോദരങ്ങളും മുൻകൂട്ടി പല യാത്രകളും നിശ്ചയിക്കും, തീരുമാനിക്കും. സഹോദരന്മാരെ, ടൂറിന് പോകണ്ട എന്നല്ല ഈ പറയുന്നത്. ടൂറിന് പോകണം. സീറൂ ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം. എന്നിട്ട് എങ്ങനെയാണ് അല്ലാഹു ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അതോടൊപ്പം പ്രകൃതിയെ ആസ്വദിക്കുകയും വേണം. അതെല്ലാം അനുവദനീയമായ കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ടൂറിന് പോകുമ്പോൾ 10,000 അല്ല, 50,000 മുടക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കും. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ ഒരു ബലി സമർപ്പണത്തിന് ഷെയർ ചേരുന്നതിന് ഒരു 13,000 രൂപ ചെലവാക്കാൻ പറഞ്ഞാൽ എത്രമാത്രം തഷ്കീൽ നടത്തിയിട്ടാണ് പലരും സമ്മതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് എന്തോ പോരായ്മയാണ്, എന്തോ കുറവാണ്. ഈമാനും തഖ്വയും തവക്കുലും ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ കൂടി ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ വജദ സഅതൻ ഫലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലാന. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തികമായി ബലിസമർപ്പണം നടത്താൻ കഴിവുള്ളവർ അത് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന കുഴപ്പത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. ഒരു മനുഷ്യന് ബലി നൽകാനുള്ള സഹത്തുണ്ട്, കഴിവുണ്ട്, സാമ്പത്തികമായ സുസ്ഥിതിയുണ്ട്, വിശാലതയുണ്ട്. എന്നിട്ട് ഫലം യുളഹി, അവൻ ഉലഹിയ നൽകുന്നില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ മുസല്ലയിൽ നിസ്കാര സ്ഥലത്ത് അവൻ ഹാജരാകേണ്ടതില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏത് റസൂലുള്ളാഹിയാണ് ഈ പറയുന്നത്? പരമാവധി നിസ്കാരങ്ങൾ ജമാഅത്തായിട്ട് ഫർദ് നിസ്കാരങ്ങൾ നിർവഹിക്കണം. വരാതിരിക്കുന്ന ആൾക്കാരെ പോയി തഷ്കീൽ ചെയ്തുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഹാബാക്കളെ അയക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കാരം മുടക്കരുത് എന്ന് പലപ്പോഴും നിർദ്ദേശിച്ചിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിപ്പെരുന്നാൾ നിസ്കാരത്തിന് നമ്മുടെ നിസ്കാര സ്ഥലത്ത് ഹാജരാകേണ്ട, ബലി സമർപ്പിക്കാൻ കഴിവുണ്ടായിട്ട് അത് സമർപ്പിക്കാത്തവൻ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഗൗരവം എന്താണെന്ന് നാം മനസ്സിലാക്കുക. മറ്റൊരു ഹദീസ് പ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനിസ്തതാഅ ലഹു അൽ ഉൽഹിയ, ഒരുവന് ഉൽഹിയ കൊടുക്കാനുള്ള എല്ലാ സാമ്പത്തികമായ കഴിവും അവനുണ്ട്. വലം യുളഹി, എന്നിട്ട് അവൻ ഉൽഹിയ കൊടുക്കുന്നില്ല എങ്കിൽ ഫലാ യഹ്ദുർ, അവൻ ഹാജരാകേണ്ടതില്ല മുസല്ലാന, നമ്മുടെ പള്ളിയിൽ ഹാജരാകേണ്ടതില്ല. അത് മറ്റൊരു ഹദീസ്. രണ്ടും ആശയം ഒന്നാണ്. മൂന്നാമതൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു സഅത്തുൻ, ഒരുവന് ബലി നൽകാനുള്ള സാമ്പത്തിക സുസ്ഥിതിയുണ്ട്, വലം യുളഹി, എന്നിട്ട് അവൻ ബലി നൽകുന്നില്ല, എന്നാൽ ഫൽയമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്രാനിയ, അവന് മരിക്കണമെങ്കിൽ മുസ്ലിം അല്ലാതെ മരിക്കാം, യഹൂദിയായിട്ടോ
നസ്രാനിയായിട്ടോ ജൂതനായിട്ടോ ക്രൈസ്തവനായിട്ടോ മരിക്കാം എന്ന് പറഞ്ഞാൽ മരണ സന്ദർഭത്തിൽ ചിലപ്പോൾ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നല്ല, അങ്ങനെ തന്നെ ആവാം എന്നല്ലേ പ്രിയപ്പെട്ടവരെ അതിന്റെ താല്പര്യം. അതുകൊണ്ട് ഈമാൻ സലാമത്താവാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ മേൽ നിർബന്ധമായ കടമകൾ ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. ഹനഫി മദ്ഹബ് കർമ്മസരണിയായി സ്വീകരിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിവുണ്ടെങ്കിൽ നിസാബ് സക്കാത്തിന്റെ കഴിവ് ഉള്ളവർക്ക് എല്ലാവർക്കും ബലി നൽകൽ നിർബന്ധമാണ്, വാജിബായ കർമ്മമാണ്. എന്ന് പറഞ്ഞാൽ 597 ഗ്രാം വെള്ളിയുടെ പൈസ എത്രയാണോ മാർക്കറ്റ് വില, അത് നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ, നമ്മുടെ സമ്പത്തിൽ മിച്ചമായിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ബലി നൽകൽ നിർബന്ധമാണ്. ഇന്നത്തെ മാർക്കറ്റ് വിലയനുസരിച്ച് ഏകദേശം 1,60,000 രൂപ. ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളിയുടെ മാർക്കറ്റ് വില. അത്രയും പൈസ നമ്മുടെ കയ്യിൽ മിച്ചമുണ്ട് എങ്കിൽ ബലിപ്പെരുന്നാളിൽ ബലി നൽകൽ വാജിബായി തീരുകയാണ്, നിർബന്ധമായ ബാധ്യതയായി, സാമ്പത്തിക ബാധ്യതയായി മാറുകയാണ് നമ്മുടെ കർമ്മസരണി അനുസരിച്ച്. ഈ കാര്യം എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച എത്രയോ ഹദീസ് ബലിയുടെ മഹത്വവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്നൽ ഉദ്ഹിയത മിനൽ അഅമാലിൽ മുൻജിയ, തീർച്ചയായും ബലി എന്ന കർമ്മം, ബലി സമർപ്പണം അത് മുൻജിയത്തായ ആരാധനകളിൽപ്പെട്ടതാണ്. മിനൽ അഅമാലിൽ മുൻജിയ, മനുഷ്യരെ, സത്യവിശ്വാസികളെ അല്ലെങ്കിൽ ബലിദാതാവിനെ രക്ഷപ്പെടുത്തുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ്, അമലുകളിൽപ്പെട്ടതാണ്. ഏതാണ് ആ രക്ഷപ്പെടുത്തുന്ന? ഇവിടെ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്? തുഞ്ചി സാഹിബഹ മിൻ ശർരി ദുനിയ വൽ ആഖിറ, ബലിദാതാവിനെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന്. അതുകൊണ്ടാണ് ആ അമലിന് അൽ അഅമാലുൽ മുൻജിയ എന്ന് പേരുള്ളത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമ്മെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ വലിയ ദുരന്തങ്ങളായിരിക്കാം, അപകടങ്ങളായിരിക്കാം, ദുരിതങ്ങളായിരിക്കാം. എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോഴാണ് പലപ്പോഴും മരണം ദുരിതങ്ങളായി, ദുരന്തങ്ങളായി, പ്രളയങ്ങളായി, പ്രകൃതി ദുരന്തങ്ങളായി, ആക്സിഡന്റായി, രോഗങ്ങളായി നമ്മെ തേടിയെത്തുന്നത്. നിമിഷ നേരം കൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞു പോകുകയാണ്. ഇവിടെ നിന്ന് നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു, ഈ ഉദ്ഹിയ എന്ന ബലികർമ്മം മിനൽ അഅമാലിൽ മുൻജിയ, അത് മുൻജിയത്തായ രക്ഷപ്പെടുത്തുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. തുഞ്ചി സാഹിബഹ മിൻ ശർരി ദുനിയ വൽ ആഖിറ, ഇഹത്തിൽ വരാനിരിക്കുന്ന വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അള്ളാഹുവിന്റെ സാബിഖായ ഖദർ ഖലായിൽ തീരുമാനത്തിൽ ഒരുപക്ഷെ പ്രതികൂലമായ തീരുമാനങ്ങളാണ് അള്ളാഹു എടുത്തിട്ടുള്ളത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ബലികർമ്മം പോലെയുള്ള മുൻജിയത്തായ അമാലുകൾ കൊണ്ട് ആ തീരുമാനങ്ങള് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുന്നതിന് കാരണമായി തീരുമെന്നാണ്. അതുപോലെ വൽ ആഖിറ, നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന ഒട്ടേറെ വിപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് ഈ കർമ്മമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടുതൽ ഇത് വ്യക്തമാക്കി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അല്ലിമൂ ലഹായാക്കും ഫഇന്നഹാ അലസിറാത്തി മതായാക്കും, നിങ്ങൾ ബലി സമർപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല ബലിമൃഗത്തെ സെലക്ട് ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുക. കാരണം ഫഇന്നഹാ അലസിറാത്തി മതായാക്കും, നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് മറികടക്കേണ്ടുന്ന ഒരു പാലമുണ്ട്, സിറാത്തുൽ മുസ്തഖീം എന്ന പാലം. ആ പാലം മറികടക്കണമെങ്കിൽ അവിടെ വാഹനങ്ങളൊന്നും ഉണ്ടാകുകയില്ല. അത്യന്താധുനിക വാഹനങ്ങൾ, ഒരു സംവിധാനവും അവിടെ ഉണ്ടാകുകയില്ല. അവിടെ ആകെ ഉണ്ടാകുന്നത് വാഹനമായിട്ട് ഈ ബലിമൃഗങ്ങൾ ആയിരിക്കും. അതുകൊണ്ട് ആ ബലിമൃഗം നാളെ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കടമ്പകൾ കടക്കേണ്ടുന്ന നമ്മൾക്ക് നാളെ ആഖിറത്തിൽ വെച്ച്
പല വിപത്തുകളെ തൊട്ടും രക്ഷപ്പെടുത്തുന്നത് ഈ ഉദ്ഹിയ കർമ്മമാണ് എന്ന തികച്ച വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഈ പ്രവാചകന്റെ സാരോപദേശത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ ബലിമൃഗത്തിൽ ബലിസമർപ്പണത്തിൽ കൂടുതൽ താല്പര്യത്തോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ കുടുംബവുമായിട്ട് ആലോചിക്കണമെങ്കിൽ, മക്കളുമായിട്ട് ആലോചിക്കണമെങ്കിൽ ആലോചിച്ചുകൊണ്ട് എല്ലാവരും ഭാഗവാക്കാകണമെന്ന് അവസാനം ഒന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ബലിസമർപ്പണം പോലെയുള്ള അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന സൽക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ അള്ളാഹു സാമ്പത്തികമായ സുസ്ഥിതിയും മറ്റെല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. അതോടൊപ്പം അതിലുള്ള ഏറ്റവും വലിയ സന്മനസ്സും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബലി സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ എല്ലാം ബലി മുത്തഖീങ്ങളുടെ ബലിയിൽ അല്ലാഹു തആല ചേർത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും ഈ വർഷത്തെ ഹജ്ജിനും ഉംറയ്ക്കും പോയ സഹോദരങ്ങൾ, പോകാൻ ഉദ്ദേശിക്കുന്ന സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകുകയും നമുക്കും അതിനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായും ശാരീരികമായും മറ്റെല്ലാ നിലയ്ക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.